ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ മാസ്മരികത എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഒരു 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 രസകരമായിട്ടുള്ള ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്താണ് ഈ ചരിത്ര വിശേഷം എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ വിവിധ ജില്ലകളിൽ 2-3 ജില്ല കൂടുമ്പോൾ ഒരു ജില്ലയിലെങ്കിലും സീനിയറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസ്സുകാർ അടിച്ചുകൊണ്ട് പോയി. അത് ജി സുധാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന, മന്ത്രിയായിരുന്ന, നിരവധി തവണ MLA ആയിരുന്ന വലിയ നേതാവ്, ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന, ആലപ്പുഴയിലെയും തെക്കൻ കേരളത്തിലെയും ഏറ്റവും വലിയ നേതാവായിട്ടുള്ള, കുറേ ആദർശാത്മകമായിട്ടൊക്കെ ഇപ്പോഴും ആശയപരമായിട്ടൊക്കെ നിൽക്കുന്ന ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയി UDFൻ്റെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്നു. ഇനി കുറച്ചുകൂടെ പിറകിലോട്ട് വന്നാൽ, നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് പോകാൻ തീരുമാനിച്ചത്. പിറകിലോട്ട് വന്നാൽ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ബാലകൃഷ്ണപിള്ളയെ, കീഴൂട്ട് രാമൻപിള്ള മകൻ ബാലകൃഷ്ണപിള്ളയെ, മുടിചൂടാമന്നനായിരുന്ന കൊട്ടാരക്കരയിലെ ബാലകൃഷ്ണപിള്ളയെ എടുത്ത് നിലത്തടിച്ച, ബാലകൃഷ്ണപിള്ളയെ തറ പറ്റിച്ച, ആയിരക്കണക്കിന് വോട്ടുകളിൽ ജയിച്ച ഐഷ പോറ്റി ഇപ്പോൾ വോട്ട് പിടിക്കുന്നത് നല്ല രസമാണ്. ഞാൻ ഐഷ പോറ്റി, ചിഹ്നം മാത്രമേ മാറിയിട്ടുള്ളൂ, ഞാൻ നിങ്ങളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഐഷ പോറ്റിയെ UDF കൊണ്ടുപോയി. നേരെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട് ചെല്ലുമ്പോൾ PK ശശി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ, അദ്ദേഹത്തിന് ചില സ്ത്രീ വിഷയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ ശക്തമായി അദ്ദേഹം ഏതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജിഹ്വയായിരുന്നു. ഒരുപക്ഷെ AK ബാലനേക്കാൾ, അല്ലെങ്കിൽ PK കൃഷ്ണദാസിനേക്കാൾ വളരെ വലിയ ജനകീയനാണ് P ശശി. കൂടെ നിൽക്കുന്നവരെ കൂടെ നിർത്തുന്ന ഒരു 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 പ്രത്യേക സ്വഭാവമുള്ള ഒരു സുധാകരൻ മോഡലാണ്. ആ ശശിയെയും കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി. തൊട്ടപ്പുറത്ത് മലമ്പുഴയിൽ പോയാൽ അച്യുതാനന്ദൻ്റെ സന്തത സഹചാരി എന്നും അച്യുതാനന്ദന് ജനിക്കാതെ പോയ മകനെന്നും പറയുന്ന A സുരേഷ്, ചെറുപ്പക്കാരനാണ്. ദീർഘകാലം 8 വർഷം 10 വർഷം മറ്റോ CPM എന്ന് പുറത്തായതിനു ശേഷം മെമ്പർഷിപ്പിന് വേണ്ടി കാത്തിരുന്ന A സുരേഷ് UDFൻ്റെ കാൻഡിഡേറ്റാണ്. എന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്നറിയില്ല. ഇനി അവിടെ നിന്ന് നേരെ കണ്ണൂരിലേക്ക് പോയാൽ അത് വീണ്ടും കൗതുകമാണ്. കണ്ണൂരിൽ നടക്കുന്നത് TK ഗോവിന്ദൻ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് മെമ്പർ, ഹാൻവീവിൻ്റെയൊക്കെ ചെയർമാനായിരുന്ന, CPMൻ്റെ വളരെ വലിയ നേതാവ്. ഒരുപക്ഷെ MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമള ടീച്ചറിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന, തളിപ്പറമ്പിൽ പരിഗണിക്കുമായിരുന്നു. ജെയിംസ് മാത്യു കഴിഞ്ഞതിന് ശേഷം MV ഗോവിന്ദനാണ് വന്നത്. പാർട്ടി സെക്രട്ടറി CPMൻ്റെ MV ഗോവിന്ദൻ കഴിഞ്ഞാൽ കൃത്യമായി പരിഗണിക്കേണ്ടുന്നൊരു പേരായിരുന്നു TK ഗോവിന്ദൻ. അദ്ദേഹം പുറത്തു പോയെന്ന് മാത്രമല്ല, UDFൻ്റെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുകയാണ്, കോൺഗ്രസിൻ്റെ സീറ്റിൽ മത്സരിക്കുകയാണ്. ഇനി തൊട്ടടുത്ത മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ, പയ്യന്നൂർ എടുത്തു കഴിഞ്ഞാൽ, TV മസൂദൻ എന്ന് പറഞ്ഞ CPMൻ്റെ നേതാവിൻ്റെ, നിലവിലെ MLA കഴിഞ്ഞ MLA പണാപഹരണവും രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ പൈസയൊക്കെ കട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ആരോപണം കൊണ്ടുവന്നിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ അവിടെ UDFൻ്റെ RSP കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, വളരെ രസകരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൃത്യമായി നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയിലും വോട്ട് ചെയ്യുക പോലും ചെയ്യാത്ത, വോട്ട് ചെയ്യുന്ന പോയിട്ടല്ലേ പിന്നെ മാറുന്ന വിഷയമുള്ളൂ, ചെയ്യാത്ത, വളരെ ആശയപരമായും ആദർശപരമായും നിൽക്കുന്ന സുധാകരൻ മുതൽ ഐഷ പോറ്റി, P ശശി, A സുരേഷ് പക്ഷേ സാധാ മെമ്പറാണ്, അതുകൊണ്ട് പിന്നെ അതിനകത്ത് വലിയ അത്ഭുതങ്ങൾ പറയാനില്ല. പക്ഷേ TK ഗോവിന്ദൻ, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ, അങ്ങനെ വലിയ ഒരു നിര ഇപ്പോൾ CPMൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയിട്ടുണ്ട്, UDFലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ അനുരണനങ്ങൾ വിവിധ ജില്ലകളിൽ ഉണ്ടാകില്ലേ? TK ഗോവിന്ദൻ ഉയർത്തുന്ന രാഷ്ട്രീയവും അഴിമതിയും, അതായത് അവിടെ നടന്നിട്ടുള്ള തളിപ്പറമ്പ് മണ്ഡലത്തിലും തൊട്ടടുത്ത മണ്ഡലങ്ങളിലും നടന്ന അഴിമതികളെക്കുറിച്ച് TK ഗോവിന്ദൻ്റെ ഇനി വരാനിരിക്കുന്ന ദിവസത്തെ വെളിപ്പെടുത്തലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ണൂരിൽ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുമോ? ഒന്നാമത്തെ ചോദ്യം. അവിടെ 2 പേർ ഒന്നിച്ചിട്ടുണ്ട്, TK ഗോവിന്ദനും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകമൊക്കെ വന്നതാണ്. അവർ 2 പേരും കൂടി ഒന്നിച്ചാൽ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ണൂരിൽ വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകാൻ, ജയിക്കുമോ തോക്കുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. കാര്യം കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് അവിടെ. തളിപ്പറമ്പായാലും പയ്യന്നൂരായാലും കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയാണ്. പക്ഷെ എന്നാലും അവിടെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് 2 പേർക്ക് കഴിയും. ഒറ്റപ്പാലത്ത് ശശിക്ക് തീർച്ചയായിട്ടും കഴിയും, വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും.
അതുപോലെ തന്നെ ഒറ്റപ്പാലത്തല്ല, ഒറ്റപ്പാലത്തിന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹമാണ് മത്സരിക്കുന്നത്, നമ്മുടെ മേജർ രവിയാണ് മത്സരിക്കുന്നത്. അത് BJPക്ക് അല്ലേ, ഇദ്ദേഹമാണ് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത്, ഇദ്ദേഹമാണ് നമ്മുടെ പി ശശിയാണ്. അപ്പോൾ പി ശശിക്ക് അവിടെ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. പി ശശിയുടെ എഫക്റ്റ് പാലക്കാട് ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളിൽ, ഇപ്പോൾ കൊങ്ങാട് ഉൾപ്പെടെയുള്ള മറ്റൊരുപാട് പഞ്ചായത്തുകളിൽ പി ശശി ഫാക്ടർ വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പാലക്കാട്. അതുപോലെ മലമ്പുഴയിൽ സുരേഷും കൂടി മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ബെൽറ്റിൽ, പാലക്കാട് ബെൽറ്റിൽ ഈ പി ശശി സുരേഷ് ഫാക്ടർ, BS ഫാക്ടറൊക്കെ നന്നായി പ്രയോജനപ്പെടാനുള്ള എല്ലാ സാധ്യതയും പുറത്തുണ്ട്. കൊട്ടാരക്കര വരുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് വരുന്നത്. അവിടെയുമുണ്ട് UDFിൻ്റെ ഒരു കാൻഡിഡേറ്റായിട്ട് ഐഷ പോറ്റിയുണ്ട്. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴയിൽ ഡോക്ടർ തോമസ് ഐസക്കിന് ആലപ്പുഴയിൽ സീറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ മുറിവേറ്റിട്ടുള്ള ഒരു CPM വിഭാഗം ആലപ്പുഴയിലുണ്ട്. അവർ പാര വയ്ക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത് H സലാമിനെ ആണോ ജയിക്കുക? H സലാമിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന H സലാം സ്റ്റുഡൻസിൽ നിൽക്കുമ്പോൾ അതിനാവശ്യമായ നിർദ്ദേശം കൊടുത്ത് അന്നും സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന, ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ സീനിയറായിട്ടുള്ള സുധാകരൻ ജയിക്കുമോ എന്നത്, സുധാകരൻ്റെ ഒരു ചോദ്യം കേരളത്തിൽ നിൽക്കുകയാണ്. MN വിജയൻ മാഷ് പറയും പോലെ, കുട്ടി ക്ലാസ്സിൽ എണീറ്റ് നിന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ കുട്ടിയെ പുറത്താക്കിയാലും, അധ്യാപകനോ ടീച്ചറോ പുറത്താക്കിയാലും ആ ചോദ്യമായി തന്നെ ചോദിച്ചു പോയത് കൊണ്ട് അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ സുധാകരൻ ഒരു ചോദ്യം കഴിഞ്ഞു, 70 കഴിഞ്ഞ് എന്നെ ഒഴിവാക്കുന്നു, 80 കഴിഞ്ഞ പിണറായി നയിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്. 2 പ്രാവശ്യമായെന്ന് കൂടുതലായെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്നു, 2 പ്രാവശ്യത്തിൽ കൂടുതലാകുന്ന പിണറായി നയിക്കുന്നു. ഇതൊരു വിരോധാഭാസമല്ലേ എന്ന് ആശയപരമായി സുധാകരൻ ചോദിക്കുമ്പോൾ, ആദർശപരമായി സുധാകരൻ ചോദിക്കുമ്പോൾ, താത്വികമായി സുധാകരൻ ചോദിക്കുമ്പോൾ അതിനുത്തരം പറയാൻ പിണറായിക്കും കൂട്ടർക്കും കഴിയുന്നില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നവും കേരളത്തിൽ കിടപ്പുണ്ട്. പിന്നെ അഴിമതിയുടെ കഥകൾ കൃത്യമായി 3ാം സർക്കാർ വരില്ല, പ്രത്യേകിച്ച് പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു കാരണവശാലും വരില്ല. വരില്ല എന്നല്ല പറയുന്നത്, വരരുത്, അത് മറ്റൊരു ദുരന്തമായിരിക്കുമെന്ന് പറയുന്നത് സുധാകരനാണ്. അപ്പോൾ ആ രാഷ്ട്രീയവും നമ്മൾ കണ്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു വശത്ത് ആശയ പ്രശ്നം, അധികാരത്തിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഉഴഞ്ഞ് CPMകാരായ നിരവധി പ്രധാനപ്പെട്ട വ്യക്തികളെയും കൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ആരെങ്കിലും ഒരാളൊക്കെ എവിടെയെങ്കിലും തെന്നി ചേർത്തി സ്ഥാനാർത്ഥിത്വം കിട്ടാതെ ചാടി മറിഞ്ഞു വരുമെങ്കിൽ ഇപ്രാവശ്യം നിരവധി ജീഹോകളെയാണ്, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ് ആദർശത്തിൻ്റെ പേരിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്, ആശയത്തിൻ്റെ പേരിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു ചെറിയ രാഷ്ട്രീയമല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു കേളികൊട്ടുകൂടിയായി കേരളത്തിൽ ഇത് മാറാനുള്ള എല്ലാ സാധ്യതയുമാണ് കൊട്ടാരക്കര മുതൽ കണ്ണൂർ വരെ കാണുന്നത്.